ഹായ് ഗൈസ്, വെൽക്കം ടു 3 ഏജസ് ടെൻസ് ഫാമിലി വ്ലോഗ്സ്. നമ്മുടെ രാജസ്ഥാനിലെ കിരാട് പട്ടണത്തിൻ്റെ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് കേട്ടോ ഇത്. നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ശരിക്കും ഈ വീഡിയോ ഞാൻ ഫസ്റ്റിൽ ഇടണമെന്ന് വിചാരിച്ചാട്ടോ, പക്ഷേ എൻ്റെ ബുദ്ധിമോശം കൊണ്ട് ഇത് സെക്കൻഡ് പാർട്ടിലേക്കായിട്ട് വന്നപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളെ എൻട്രി. ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. നമ്മൾ വന്നപ്പോൾ ഈ ഗേറ്റ് പൂട്ടിയിരിക്കുകയാണ്. മയിൽ പറന്നു പോകുന്നുണ്ടല്ലോ, അതേപോലെ ഞങ്ങൾ ചാടി കടന്നാണ് ഇവിടെ എത്തിയത് കേട്ടോ. ഇത് എല്ലാവർക്കുള്ള എൻട്രി പാസ്സാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ നിരവധി ആൾക്കാർ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഐതിഹ്യം ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ, പിന്നെ ചോദിച്ചത് നിങ്ങളിവിടെ പോയതല്ലേ, നിങ്ങൾക്കും എന്തെങ്കിലും ഭയം തോന്നിയോ, അങ്ങനെയൊക്കെ നിരവധി മെസ്സേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മെസ്സേജ് അയച്ച എല്ലാവർക്കും വളരെയധികം നന്ദി കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാമല്ലേ. രാജസ്ഥാനിലെ നമ്മളെ ബർമീർ ജില്ലയിൽ നിന്നും ഏകദേശം ഒരു 35-40 കിലോമീറ്റർ വരെ ചുറ്റിപ്പറ്റി കിടക്കുന്നതാണ് നമ്മളെ ഈ കിരാട് പട്ടണം കേട്ടോ. ഇത് ഒരുപാട് പഴക്കമുള്ള അമ്പലങ്ങളാണ് കേട്ടോ. ഏകദേശം 11-ാം നൂറ്റാണ്ട് 12-ാം നൂറ്റാണ്ട് എന്നൊക്കെയാണ് ഇതിൽ കല്ലിൽ കൊത്തിവെച്ചതാണ് കേട്ടോ. അതൊക്കെ അത്രയും പഴക്കമുണ്ട് ഇതിന്. പിന്നെ ഇതിനെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ സൂര്യൻ താഴ്ന്നു കഴിഞ്ഞാൽ, അതായത് രാത്രിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ആരും വരില്ല. കാരണം ഒരു മുനിയുടെ ശാപം കാരണം ഇവിടേക്ക് രാത്രികാലങ്ങളിൽ വരുന്നവരെയൊക്കെ കല്ലായി മാറ്റും എന്നാണ് ഇവരുടെ വിശ്വാസം കേട്ടോ. അത് റിയൽ ആണോ ഇനി അന്ധവിശ്വാസമാണോ അതൊന്നും നമുക്കറിയില്ല. എന്തായാലും നമ്മളിത് രാവിലെ ഒരു 6:30 ടൈമിലാണ് നമ്മൾ ഇത് കാണാൻ പോയത്. പക്ഷെ ഇപ്പോഴും ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ മനോഹാരിത അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിവിടെ വന്ന് കണ്ടാലേ അതിൻ്റെ ആ ഭംഗി നമുക്കത് പറയാൻ പറ്റുള്ളൂ. ഇവിടെ 108 ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഇപ്പോൾ 5 എണ്ണം മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. അതും പൂർണ്ണമായിട്ടുള്ളതൊന്നും അല്ല കേട്ടോ. ഈ അമ്പലത്തിൻ്റെ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, അതായത് ഇതിൽ കുറേ മൂർത്തികളുടെ ചിത്രങ്ങളും കുറേ മൃഗങ്ങളുടെ ചിത്രങ്ങളും ഒക്കെയാണുള്ളത്. അതും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കണ്ടാൽ അതിശയിച്ചു പോകുന്ന വിധത്തിലാണ് ഇവർ അത് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതൊക്കെ വീഡിയോയിൽ നിന്ന് തന്നെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അതാ ഈ ശില്പങ്ങളൊക്കെ വളരെ അതിമനോഹരമാണ് കേട്ടോ. അതിൽ നിന്ന് ഏറ്റവും പ്രധാനമർഹിക്കുന്ന ക്ഷേത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ഷേത്രം എന്ന് പറയാൻ പറ്റില്ല എന്നാലും പറയാം, ശിവന് സമർപ്പിച്ച സോമേശ്വര ക്ഷേത്രമാണ് കേട്ടോ. പക്ഷെ ഇവിടെ മൂർത്തി ഒന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടോ, ഇതിൽ മൂർത്തി ഒന്നുമില്ല. അന്നേ അവരൊക്കെ എല്ലാം തകർത്തതാണല്ലോ, അതുകൊണ്ട് മൂർത്തിയൊന്നുമില്ല കേട്ടോ. ഇവിടെ ഇപ്പോഴും നാട്ടുകാർ വരാൻ ധൈര്യപ്പെടാറില്ല, അതായത് ഒരു രാത്രി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ അതിനുള്ള തെളിവുകളൊന്നും ആർക്കും കിട്ടിയിട്ടില്ല. എന്നാലും ആരും പ്രവേശിക്കാത്തതിന് ഒരു കഥയുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഇവിടെ ഐതിഹ്യം അനുസരിച്ച് തുർക്കികളുടെയും വിദേശ ആക്രമണകാരികളുടെയും ആക്രമണത്തിന് ശേഷം ഈ രാജ്യത്തിന്റെ അഭിവൃദ്ധി പുനഃസ്ഥാപിക്കുന്നതിനായി ഇവിടുത്തെ അന്നത്തെ ഈ സോമേശ്വര രാജാവ് ഒരു മുനിയെ ക്ഷണിച്ചു. എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും ആ മുനി പൂർത്തിയാക്കിയ ശേഷം നാട്ടുകാരുടെ സമ്പൂർണ്ണ സന്തോഷവും സമൃദ്ധിയും ഉറപ്പുവരുത്താൻ ആ മുനി ഒരു ശിഷ്യനെ നിയമിച്ചതിന് ശേഷം അവിടെ നിന്ന് തിരിച്ചുപോയി. കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയിട്ടോ. ആ രാജ്യത്തിന് നല്ല അഭിവൃദ്ധിയൊക്കെ തിരിച്ചു വന്നതോടെ ആ ശിഷ്യനെ എല്ലാവരും മറന്നു. ആ ശിഷ്യന് ശരിയായ പരിചരണത്തിൻ്റെ അഭാവത്തിൽ ആ ശിഷ്യൻ രോഗിയായി മാറി. ഒരു മൺപാത്രം നിർമ്മിക്കുന്ന ഒരു കുടുംബം മാത്രം ആ ശിഷ്യനെ പരിപാലിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ആരോഗ്യം വീണ്ടെടുക്കാൻ അവരെ സഹായിച്ചതുമൊക്കെ ഈ മൺപാത്രം നിർമ്മിക്കുന്ന ആ ഒരു ഫാമിലി മാത്രം. ആ മൺപാത്ര കുടുംബത്തെ ഒഴികെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരെയും ഈ മുനി ശപിച്ചു എന്നാണ് പറയുന്നത്. അന്നു മുതൽ ഈ മുനിയുടെ കോപത്തിന് കീഴിലാണ് ഈ ഗ്രാമം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അതാണ് ഈ ഭയത്തിന് കാരണം. നമ്മുടെ ടൂറിസ്റ്റുകളും ഒന്നും വരാത്തതിന് കാരണം ഇത് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടും ഇവിടെ വേറിട്ട് നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ആ ചുമരെഴുത്ത്, ആ ചുമരിൻ്റെ ഭംഗി, അവരുടെ ആ കല, അത് അവിശ്വസനീയമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇവിടേക്കാണ് ടൂറിസ്റ്റുകൾ വരേണ്ടത്. കാരണം കണ്ടാലും മതി വരാത്ത നിരവധി കൊത്തുപണികളുണ്ട് ഇവിടെ. അത് കണ്ടാലും മതി വരില്ല. അപ്പം നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാനും മറക്കരുത്. ബൈ.